എന്താ അമ്മ ചെയ്യുന്ന? ഞാൻ നെല്ലിക്ക അച്ചാറിടാൻ പോണം. നമ്മളെ കാട്ടുനെല്ലിക്ക. അത് വെളുത്തുള്ളി, മുളക്, കരിവേപ്പില, പച്ചമുളക് വെച്ചേക്കണം. ആദ്യം ഞാൻ വെളുത്തുള്ളിയല്ലേ നെല്ലിക്ക വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചിട്ടത്. അത് ഇന്നലെ ഇട്ടത്, ഒരു ദിവസം മതി. അതെന്താണെന്നറിയാമോ? അത് ഇത് വെള്ളം തിളപ്പിച്ചത് കാര്യം എന്താ, വേവാൻ വേണ്ടിയിട്ട്. ചിലർക്ക് വേവിക്കണം, ചിലർക്ക് വേവിക്കണ്ട, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിപ്പോൾ ഇതൊന്നും വേണ്ട. കാരയ്ക്ക, നെല്ലിക്ക, പേരയ്ക്ക, എന്തോ വേണമെങ്കിലും അച്ചാറും ഇടാം. ഇതെല്ലാം തന്നെ നമ്മുടെ ഇഷ്ടത്തിനിടാം. ഇങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയാണ് ഇടുന്നത്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഉപ്പിടുന്നതും വെളുത്തുള്ളി ഇടുന്നു, ഇഞ്ചി ഇടുന്നു, പച്ചവെള്ളം ഇടുന്നു, എല്ലാത്തിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പം നമ്മൾ അല്ലാതെ ഇട്ടുകൊണ്ടിരിക്കണത്. അത് നെല്ലിക്ക അരിഞ്ഞ് നല്ലെണ്ണ വഴറ്റി സാധാരണ പോലെയാണ് ചുറ്റും. ഇപ്പം ഞാൻ വെച്ചിരുന്ന് വേവിച്ചിടാം. നമ്മളാട്ട പിന്നെ പൂരി ഹോട്ടലിൽ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കൂലേ ഉടുപ്പിയിൽ നിന്ന്, അതിലൊക്കെ നല്ല വേവിച്ചതാണ് ഇടുന്നത്. അപ്പം അതുപോലെ ഇതിടാം. ഇത് വേവിച്ച അച്ചാറിടാം. നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അമ്മൂമ്മ ചെയ്യുന്ന പോലെ ചെയ്യണം. അമ്മൂമ്മയ്ക്ക് എല്ലാ അച്ചാറും ഒരുപോലെയാണ്. സർവ്വതിനും കുരുമുളക് മാത്രമാണ് ചേർക്കുന്നത്. അമ്മൂമ്മ ആരും വീട്ടിൽ നിന്നൊന്നും ആഹാരം കഴിക്കില്ലല്ലോ. നമ്മളെ വീട്ടിൽ നിന്ന് മാത്രമേ, നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ അവിടുന്ന് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ. ഈ 90 വയസ്സുള്ള അമ്മൂമ്മയ്ക്ക് മുറ്റത്തൊരു കുരുമുളക് ഇപ്പുണ്ട്, പച്ച കുരുമുളക്. അവിയൽ വയ്ക്കണതും കുരുമുളക്, അച്ചാറിടുന്നതും കുരുമുളക്. മീൻ കുറച്ചൊന്നും നമ്മൾ ഉപയോഗിക്കില്ല അമ്മൂമ്മ. ബാക്കി എല്ലാ സാധനത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് കുരുമുളക്, ഉപ്പ്, മഞ്ഞൾ. അങ്ങനെ രുചി ഉണ്ടാകുന്ന വെച്ചാൽ നല്ല രുചിയാണ്. അപ്പം അതെന്ത് അച്ചാറല്ലേ അല്ലെങ്കിൽ അവിയലല്ലേ, അത് അവരുടെ ടേസ്റ്റാണ്. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ചിലരുടെ കാര്യം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ വേറെ ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല അലിഞ്ഞിറങ്ങിപ്പോവും. അപ്പം നമുക്ക് അച്ചാറിടാം. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഞാൻ നല്ലെണ്ണ ഇപ്പൊ ഒഴിക്കും. നല്ലെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഉലുവയിടും. പച്ചമുളക് അരിഞ്ഞത് ഒഴിച്ചിരിക്കും. കടുക് ഉലുവ ഒക്കെയാണ്. നല്ലെണ്ണ ഒഴിക്കട്ടെ. ചെറിയ ഇതിൽ കുത്തി കുറച്ചിടാം. അത്ര ഇതില്ലേ, നല്ലെണ്ണയാണല്ലേ? എള്ളെണ്ണ, ഇതിൽ നല്ലെണ്ണ. പിന്നെ ഇനി ഇടാൻ പോണത് കടുക്. അത്രയില്ലേ. ഇതെല്ലാം നമ്മൾ ആവശ്യം അനുസരിച്ച് ഇടുക. അതാണ് മോഹൻലാൽ പറഞ്ഞത്, ഇൻഗ്രീഡിയൻസിനെക്കാളും സ്നേഹം കൊണ്ടാണ് കുക്ക് ചെയ്യണമെന്ന്. അത് വലിയൊരു കാര്യമാണ് പറഞ്ഞത്, ചെറുതല്ല പറഞ്ഞത്. അതായത് ഒരു ഭക്ഷണം ഒന്ന് എന്തെങ്കിലും ഒരു കുറഞ്ഞു പോയാൽ പോലും ആ സ്നേഹത്തോടെ കൊണ്ടുവന്ന് വിളമ്പുമ്പോൾ അത് ടേസ്റ്റ് ആയി മാറും. അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെയാണ് ഇപ്പം ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. സ്നേഹത്തോടെ എന്ന് വെച്ചാൽ ഭക്ഷണത്തിനോടുള്ള സ്നേഹം. അതാണ് ഈ സ്നേഹത്തോട് കുക്ക് ചെയ്യണത്. അതാണ് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് അമ്മൂമ്മ കുക്ക് ചെയ്യണ കാര്യം പറഞ്ഞത് കേട്ടില്ല. അമ്മൂമ്മയോട് തന്നെയാണ് സ്നേഹം. അമ്മൂമ്മയ്ക്ക് കൃഷ്ണനോട് കൊള്ളാം. അതിലുപരി അമ്മൂമ്മയ്ക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയുടെ വീട്ടിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ളതാണ് അമ്മയുടെ വീടും കാര്യങ്ങളും ഒക്കെ. അപ്പം അമ്മയുടെ വീട്ടിൽ എവിടെ നിന്നൊക്കെ ഒരു ഊളൈ, കടുവ, പട്ടി, ഇതിന് പറയുന്ന ഒരു പെരുമ്പാമ്പ് വരെ ഉണ്ട്. എല്ലാത്തിനും പേരും ഉണ്ട്. അതൊക്കെ ഇല്ലേ. അതിൻ്റെ എല്ലാം യോഗം എന്ന് പറഞ്ഞാൽ ഈ കുരുമുളകിട്ട കറി കഴിക്കാൻ. അമ്മ അരച്ചിൽ പുഴുങ്ങിയാൽ അതിന് ഈ കുരുമുളക് ഉപ്പും. പക്ഷെ അതൊരു പ്രത്യേകത ടേസ്റ്റാണ്. അതില്ലെന്നൊന്നും പറയണ്ട. അമ്മൂമ്മക്കഥ, അമ്മൂമ്മയുടെ യഥാർത്ഥ കഥ. കഴിഞ്ഞു, എൻ്റെ ഒന്നും കൂടെ കഴിഞ്ഞു. വലിയ കുഴപ്പമില്ല. ഇപ്പം പച്ചമുളകാണല്ലേ ഇട്ടത്? പച്ചമുളക്, വെളുത്തുള്ളി,
കടുക് ഉലുവ വറ്റടി മുളക് നല്ല മാറി ചെറിയ പൊട്ടി മാറ്റി പിടിക്കും. ആ കരിയേപ്പല ചെറിയ മുളക് പൊടി ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉണങ്ങി ഇവിടെ അയാളും ഇതെല്ലാം നമ്മുടെ സൗകര്യത്തിനാണ്. അത്യാവശ്യത്തിനും അനുസരിച്ച് അങ്ങനെ ഇടുക. അത്ര ഇതങ്ങോട്ട് ഇതൊക്കെ വാക്ക് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചോ മുളക് പൊടിയിട്ടാണെങ്കിൽ മുളക് പൊടിയില്ലേ? കാശ്മീരി അല്ലേ? അത് കാശ്മീരിയാണ്. കടയിലല്ല നമുക്ക് അറിയാവുന്ന രീതിയിലാണ് പൊടിച്ച് തരുന്നത്. കായപ്പൊടി അതൊക്കെ പിന്നെ വേണമെങ്കിൽ ഇത് കൂടെ ഇല്ല. കായപ്പൊടിയൊക്കെ മഞ്ഞൾ ഇപ്പം എല്ലാം ആയി. രണ്ട് കാര്യങ്ങളൊക്കെ ആയി. കുറവുണ്ടെങ്കിൽ പിന്നെ ഇടാം. ഇനി ഈ വെള്ളത്തോടെ വേണമെങ്കിൽ തട്ടാം. ഈ നെല്ലിക്ക തട്ടിയാണേ. ഇന്നത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇന്നലെ നെല്ലിക്ക അമക്കിയാണ് വെച്ചത്. ഇളി വരണ്ടേ? വീടേ പുറത്തൊക്കെ തെറിക്കാറ് വരണില്ല. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീങ്ങി പോയുമായിരിക്കും. വരാൻ വലിയ വിഷമാണ് കേട്ടോ. ഞാൻ മറ്റേ തട്ടിയിട്ട് പോയിട്ട് ഇതിപ്പോ സംഭവം ഇതിന്റെ വെള്ളം കൂടെ വന്നിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് കറിയായിട്ട് വരും. ചെടെ എന്തോ പറയാനാണ്. അപ്പം ഇതിൽ തട്ടി തട്ടി ഒന്നുകൂടെ ഒക്കെ ഒന്ന് തിളപ്പിച്ച് ഇപ്പം തന്നെ ഒരു മണം വരുന്ന കേട്ടോ. ആ ഉലുവയുടെയും ഞാൻ ഉലുവ ഇട്ടതേ കൊണ്ടാ നോക്കുകയാണ്. ഉലുവ എടുത്ത് ഇട്ട അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഉലുവ എടുത്തു പക്ഷേ ഇട്ടോ? ഒട്ടതാണ് തോന്നണത് ഇല്ലേ? ആക്ച്വലി ഞാൻ മറന്നുപോയി. സാരമില്ല. ഇത്ര ആയില്ലേ? ഈ 10-60 വയസ്സൊക്കെ ഉള്ള ആളല്ലേ. പക്ഷെ ഉലുവ നീ പറഞ്ഞോളെ എടുത്തിട്ടില്ലായിരുന്നു അല്ലേ? ഇനി തിന്നെ റെഡി ആവുമ്പോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതാണ് ഗൈസ് നെല്ലിക്ക അച്ചാറ്. ഇത്രയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് വറ്റി വരുമ്പോ അതെ. അപ്പൊ ഇതിലിനി തിളച്ച് വരുമ്പം കുറവുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്താന്ന് വെച്ചാ പിന്നെ പിടിച്ചോണ്ടിരിക്കും ഈ നെല്ലിക്കയില്. ഇതെടുത്ത് ഇത്തിരി പഴങ്കഞ്ഞിയിലോട്ടോ കൊണ്ട് ഒഴിക്കണം. ഇച്ചിരി പഴയ മരിച്ചീനിയൊക്കെ ഇട്ട് ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ പഴങ്കഞ്ഞിക്കട, അവിടെ പോയി കുടിക്കുമ്പോൾ ഇതുപോലെ ആളുകൾ നെല്ലിക്കയും കറിയൊക്കെ കോരി ഒഴിച്ച് മീനൊക്കെ ഉണക്ക മീനൊക്കെ വറുത്തത് കൂട്ടിയൊക്കെ തന്നെ കഴിക്കുന്ന എല്ലാവരും. അല്ല താനെ ഇറങ്ങിപ്പോവും. അപ്പം ഇതാണ് നമ്മുടെ നെല്ലിക്ക കറി, നെല്ലിക്ക അച്ചാർ. ഇനി ഇത് തിളച്ച് പൊങ്ങി വരണം. പിടിക്കും. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. പിടിക്കണം. അപ്പം ഇനി ഇത് ഞാൻ ഷോർട്സിൽ ഇതിൻ്റെ പിക്ക് പോസ്റ്റ് ചെയ്യാം റെഡി ആയിട്ട്. ഓക്കെ, അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.